സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. തീരദേശത്തും മലയോര മേഖലയിലുമൊക്കെ ഉള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. നാളെയോടെ മഴയുടെ ശക്തി കുറഞ്ഞേക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചതായി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാപ്പാട് കണ്ണങ്കടവ് പടിഞ്ഞാറെ മൂസക്കണ്ടി വീട്ടിൽ നൌഷാദിന്റെ മകൻ മാസിൻ നൌഷാദാണ് മരിച്ചത്. മഴക്കെടുതിയിൽ ഇതുവരെ 8 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6 പേരെ കാണാതായി. തിരുവനന്തപുരം ജില്ലയിലും മഴ തുടരുകയാണ്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമ്മളുമായി ചേരുകയാണ്. ഡാൻ, മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നാളത്തോടെ മഴ കുറയുമെന്നും പഴയൊരവസ്ഥയിലോട്ട് കേരളം വരുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഡാൻ? മധ്യ കേരളത്തെയും അതോടൊപ്പം വടക്കൻ കേരളത്തെയും വിറപ്പിച്ച മഴക്കെടുതിക്ക് തൽക്കാലത്തേക്ക് ഒരു ശമനം ഇന്നലെ രാത്രിയോടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും ഇപ്പോഴും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, വടക്കൻ കേരളത്തിലാണ് ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയ്ക്കടക്കം ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടാൻ കൃത്യമായി ഒരുങ്ങിയിരിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് അടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനടക്കം കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പിൻ്റെ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ റാന്നി, ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഒറ്റപ്പെട്ട മേഖലകൾ, അതോടൊപ്പം കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയായിരുന്നു മധ്യ കേരളത്തിൽ മഴ കൂടുതൽ കെടുതി സൃഷ്ടിച്ചതെങ്കിൽ, കലി തുള്ളിയതെങ്കിൽ അത് ഒരു സമാനതകളില്ലാത്ത ഒരു ഉരുൾപൊട്ടലിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കുമൊക്കെ നയിച്ചതെങ്കിൽ ഇന്ന് മധ്യ കേരളത്തിൽ അത്ര കണ്ട് പ്രശ്നമുണ്ടാകില്ല. വടക്കൻ കേരളത്തിലാകും മഴ രൂക്ഷമാകാനും അത് മഴക്കെടുതിയിലേക്ക് വഴിവെക്കാനും സാധ്യതയുള്ളത് എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി വരെ മഴ തുടരും എന്ന് കൃത്യമായി അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിൽ റെഡ് അലേർട്ട് 8-ലധികം ജില്ലകളിൽ നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്രയും തീവ്രമായ മഴ ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഒറ്റ രാത്രി മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തപ്പോൾ വടക്കൻ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളെയും മധ്യ കേരളത്തെയും മഴയിൽ മുക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ മഴ 2 ദിവസം തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രളയസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. 2018 സമാനമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. പക്ഷേ താൽക്കാലികമായി ഇന്നലെ രാത്രിയോടെ മഴ ശമിച്ചതാണ് മറ്റിടങ്ങളിലൊക്കെ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ റാന്നിയിലും ആറന്മുളയിലും ഉൾപ്പെടെയുള്ള പല തെക്കൻ മേഖലയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം ഇപ്പോഴും അങ്ങനെ നിൽക്കാനായി, വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. കാരണം ജലസ്രോതസ്സുകൾ മുഴുവൻ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വെള്ളം കൃത്യമായി ഇറങ്ങിപ്പോകുന്നില്ല. അതാണൊരു പ്രതിസന്ധി. ഇനിയും അവിടെ അതിശക്തമായ മഴ പെയ്താൽ വീണ്ടും അങ്ങനെ തന്നെ വെള്ളം ഇരച്ചു കയറും. അങ്ങനെ ഒരു സാഹചര്യമാണ് തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്തായാലും മലയോര മേഖലകളിലേക്ക്, അതോടൊപ്പം തന്നെ തീരമേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശം റവന്യൂ വകുപ്പും നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം കൃത്യമായി അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊന്മുടി ഉൾപ്പെടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുമുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാറ്റ് അതിശക്തമായി അടിക്കാൻ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ദുരന്ത നിവാരണ സേന അടക്കം നൽകിയിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടാൻ ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം ദ്രുതകർമ്മ സേനയ്ക്കും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും എല്ലാം സംസ്ഥാന തലത്തിൽ തന്നെ റവന്യൂ വകുപ്പും നൽകിയിട്ടുണ്ട്.
ഡാൻ, അതുപോലെ നെയ്യാർ ഡാം ഇന്നലെ തുറക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒന്നും അങ്ങനെ പേടിക്കേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയതുറയിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് കടൽക്ഷോഭമൊക്കെ രൂക്ഷമാണെന്ന് തോന്നുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു പൊതുവായ ഒരു അഭിപ്രായം എന്താണ്? എടുത്തു പറയേണ്ട കാര്യം, ഈ 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കഴിഞ്ഞ ദിവസം അടക്കം തിരുവനന്തപുരത്തും കൊല്ലത്തും അതിശക്തമായ മഴ പെയ്തിരുന്നില്ല. മഴ ഒറ്റപ്പെട്ട സമയങ്ങളിൽ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പെയ്ത് മാറുന്നത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അരുവിക്കര ഡാമും നെയ്യാറും ഒക്കെ നിറയുന്ന എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് മഴ പെയ്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതൊരു മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയില്ല. യെല്ലോ അലേർട്ടാണ് നിലനിന്നിരുന്നതെങ്കിൽ കൂടി മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും നയിച്ചില്ല. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് മുതൽ താൽക്കാലികമായ ഒരു ശമനം മഴയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ കെടുതികൾ ഉണ്ടാകാൻ സാധ്യത, കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിവിധ വകുപ്പുകൾ. ഒരു തരത്തിലും ഉൾക്കടലിലേക്ക് പോകരുത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് പോയ ഒരു വള്ളമാണ് തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് വള്ളം മുങ്ങി. 8 പേരാണ് മുങ്ങിയത്. അതിൽ 6 പേരെ പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ ചേർന്ന് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന വലിയതുറ പാലത്തിന് സമീപത്താണ്. വലിയതുറയിലടക്കം കടലാക്രമണം രൂക്ഷമാണ്. അത് രൂക്ഷമായിക്കൊണ്ടിരിക്കും. മഴക്കാലമാണ്. അത് ഒരു പരിധി കടന്ന് ഇവിടേക്ക് വരുന്നത് പതിവാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് വശങ്ങളിലൊക്കെ ഉള്ളത്. അതല്ലാതെ നമുക്കൊരു വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രമുള്ള ആളുകൾ സാധാരണ ദിവസങ്ങളിലേതുപോലെ ഇന്ന് ഇവിടെ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിൽ ഈ അതിശക്തമായ മഴ ഇങ്ങനെ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഏത് തരത്തിലായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ, അവർ ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും മത്സ്യബന്ധനം തുടങ്ങിയത്. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ മഴ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഈ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കാറ്റും മഴയായതുകൊണ്ട് ആരും പോകുന്നില്ല. പോകരുതെന്ന് നിർദ്ദേശം നൽകിയേക്കാണ് അല്ലേ? എത്ര ദിവസത്തേക്കാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? 3 ദിവസത്തേക്ക്. ഇന്നലെ ഇന്നും നാളെ. ഓക്കെ. ഇന്നലെ പോയായിരുന്നോ? കഴിഞ്ഞ ദിവസം പോയായിരുന്നോ? പോയിട്ട് ഭയങ്കര കോളിലുണ്ടായിരുന്നു. ഇവിടുന്ന് എവിടെ വരെ പോകും നിങ്ങൾ? 25-30 കിലോമീറ്റർ പോകും. ഉൾക്കടലിലേക്ക് പോകും അല്ലേ? ഓക്കെ. അപ്പോൾ നാഗർകോവിൽ സൈഡ് അവിടെ പോകും. ശരി. അപ്പോൾ അത്തരത്തിലാണ് 3 ദിവസത്തേക്കാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടലിൽ ഇറങ്ങരുത് എന്ന് ഇന്നലെയും ഇന്നും, അതായത് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത്, കടലിൽ പോകരുതെന്ന കർശനമായ നിർദ്ദേശമാണ്. 30-35 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് പോകുമായിരുന്നു അവർ എന്നാണ് വ്യക്തമാക്കുന്നത്. അവർക്കാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും മഴയുടെ തീവ്രത കുറഞ്ഞേക്കാമെങ്കിലും മുന്നറിയിപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അത് മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ആ മുന്നറിയിപ്പ് ഈ ദുരന്ത നിവാരണ സേനാ വിഭാഗങ്ങൾ അടക്കം നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ കുര്യനാണ് നമ്മളുമായി വലിയതുറയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.